ക്വാളിറ്റേറ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ സാൾട്ട് അനാലിസിസ്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽസിന് 2 സെഷനാണുള്ളത്. ഒന്ന് ക്വാളിറ്റേറ്റീവ് അനാലിസിസും മറ്റൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും. അപ്പോൾ അതിൽ ഒരു സോൾട്ട് തന്നിട്ട് അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ. അപ്പോൾ അതിനകത്ത് സോൾട്ട് അനാലിസിസ് എന്ന് പറയുകയാണെങ്കിലും അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് ആ സോൾട്ടിനകത്ത് കാണുന്ന ആനയോൺ ഏതാണെന്ന് കണ്ടുപിടിച്ച് കൺഫേം ചെയ്യുക, അതുപോലെ കാറ്റയോൺ ഏതാണെന്ന് കണ്ടുപിടിച്ച് കൺഫേം ചെയ്യുക, എന്നിട്ട് ആനയോണിൻ്റെ കാറ്റയോണിൻ്റെ പേര് മനസ്സിലാക്കിയിട്ട് സോൾട്ട് ഏതാണെന്ന് റിപ്പോർട്ട് ചെയ്യുക. ഇത്രയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആനയോൺസ് അല്ലെങ്കിൽ ആസിഡ് റാഡിക്കൽസ് ഇതാണ്. ക്രമത്തിൽ അത് മനസ്സിലാക്കണം. കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ്. കാർബണേറ്റ് CO3 2- ആണ്, അസറ്റേറ്റ് CH3 CO-, ക്ലോറൈഡ് Cl-, നൈട്രേറ്റ് NO3-, സൾഫേറ്റ് SO4 2-. ഇനി കാറ്റയോൺസ് ആണ്. കാറ്റയോൺസിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഗ്രൂപ്പ് നമ്പർ കൂടി ചേർത്ത് വേണം പറയേണ്ടത്. അത് പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പായിട്ട് ബന്ധമില്ല, പ്രാക്ടിക്കൽസിന് അനാലിസിന് വേണ്ടുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ കാറ്റയോൺസിന് ബേസ് റാഡിക്കൽസ് എന്നും പറയും. അതിൽ കാറ്റയോണിൽ 0 ഗ്രൂപ്പ് അമോണിയം NH4+, അമോണിയ അല്ല അമോണിയം. ഫസ്റ്റ് ഗ്രൂപ്പ് Pb2+, ലെഡ് എന്ന് പറയാം. സെക്കൻഡ് ഗ്രൂപ്പ് കോപ്പർ Cu2+, തേർഡ് ഗ്രൂപ്പ് അലുമിനിയം Al3+, ഫോർത്ത് ഗ്രൂപ്പ് സിങ്ക് മാംഗനീസ് Zn2+, Mn2+. ഫിഫ്ത്ത് ഗ്രൂപ്പ് ബേരിയം കാൽസ്യം Ba2+, Ca2+. സിക്സ്ത് ഗ്രൂപ്പ് മഗ്നീഷ്യം Mg2+. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാറ്റയോണുകളും ഇത്രയും ആനയോണുമാണ് നമുക്ക് സിലബസ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ അനലൈസ് ചെയ്ത് സോൾട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കുക. പരീക്ഷയ്ക്ക് ഒരു ആനയോണും ഒരു കാറ്റയോണും ഉൾപ്പെടുന്ന ഒരു സോൾട്ടാണ് പരീക്ഷയ്ക്ക് തരുന്നത്. അപ്പോൾ ഇതിന് സോൾട്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 5 സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് 1 സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ആനയോൺ. ആനയോണിനെ സിസ്റ്റമാറ്റിക്കായിട്ട് ക്രമത്തിൽ അനാലിസിസ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് 2 കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ആനയോണിൻ്റെ കൺഫേം ചെയ്യുക. സ്റ്റെപ്പ് 3 സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് കാറ്റയോൺ സിസ്റ്റമാറ്റിക്കായിട്ട് ഗ്രൂപ്പ് വൈസ് അനലൈസ് ചെയ്യുക. സ്റ്റെപ്പ് 4 ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ കാറ്റയോൺ. അപ്പോൾ കാറ്റയോണിൻ്റെ 4ാം സ്റ്റെപ്പിൽ 2 കാര്യങ്ങളുണ്ട്. ഒരു ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ കൺഫർമേറ്ററി ടെസ്റ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 ടെസ്റ്റുകൾ അവിടെ ഉണ്ട്. ഇനി സ്റ്റെപ്പ് 5 റിപ്പോർട്ട്, അതായത് ഇന്ന ആനയോണും ഇന്ന കാറ്റയോണും ആണെന്ന് പറഞ്ഞതിന് ശേഷം അത് ഈ സോൾട്ട് ആണെന്ന് പറയുന്നതാണ് റിപ്പോർട്ട്. അപ്പോൾ 5 സ്റ്റെപ്പാണുള്ളത്. സ്റ്റെപ്പ് 1 സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ആനയോൺ. സ്റ്റെപ്പ് 2 കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ആനയോൺസ്. സ്റ്റെപ്പ് 3 സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് കാറ്റയോൺ. സ്റ്റെപ്പ് 4 ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ കാറ്റയോൺ. സ്റ്റെപ്പ് 5 റിപ്പോർട്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ആനയോൺ. അതിൻ്റെ എക്സ്പെരിമെൻറ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ്. എക്സ്പെരിമെൻറ്റിൽ ആദ്യം സോൾട്ട് ഈസ് മിക്സ്ഡ് വിത്ത് ഡൈലൂട്ട് HCl, ബ്രിസ്ക് എഫർവെസൻസ് വിത്ത് എവല്യൂഷൻ ഓഫ് കളർലെസ് ഓർഡർലെസ് ഗ്യാസ് എങ്കിൽ ഇൻഫറൻസ് പ്രസൻസ് ഓഫ് കാർബണേറ്റ്. ഇപ്പോൾ എപ്പോഴും ആദ്യം അനലൈസ് നോക്കേണ്ടത് കാർബണേറ്റ് ആണ്. കാർബണേറ്റ് ഇല്ലെങ്കിൽ മാത്രം അസറ്റേറ്റ് ഉണ്ടോ എന്ന് നോക്കുക, അസറ്റേറ്റ് ഇല്ലെങ്കിൽ മാത്രം ക്ലോറൈഡ് ഉണ്ടോ എന്ന് നോക്കുക, ക്ലോറൈഡ് ഇല്ലെങ്കിൽ നൈട്രേറ്റ് ഉണ്ടോ എന്ന് നോക്കുക, എന്നും ഇല്ലെങ്കിൽ സൾഫേറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ആ ക്രമത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം കാർബണേറ്റിൻ്റെ ടെസ്റ്റാണ്. അതിങ്ങനെയാണ് സോൾട്ട് ഈസ് മിക്സ്ഡ് വിത്ത് ഡൈലൂട്ട് HCl. അപ്പോൾ അവിടെ ഓർക്കേണ്ട റിയേജൻറ്റ് ഡൈലൂട്ട് HCl ആണ്. അവിടെ കാണുന്ന ഒബ്സർവേഷൻ ബ്രിസ്ക് എഫർവെസൻസ് എന്ന് വെച്ചാൽ കുമിളകൾ ഇങ്ങനെ പോകണം. വിത്ത് ഇവല്യൂഷൻ ഓഫ് കളർലെസ് ആൻഡ് ഓർഡർലെസ് ODOUR. ഓർഡർലെസ് എന്ന് വെച്ചാൽ സ്മെല്ലില്ലാത്ത ഗ്യാസ് അവിടെ ഉണ്ടായാൽ കാർബണേറ്റ് ആണ്. ഇനി അത് ഉണ്ടായില്ലെങ്കിൽ കാർബണേറ്റ് അല്ല. ദെൻ അടുത്ത അസറ്റേറ്റിൻ്റെ ടെസ്റ്റ് ഇങ്ങനെയാണ്. സോൾട്ട് ഈസ് റബ്ഡ് വിത്ത് ഡൈലൂട്ട് H2SO4 ആൻഡ് സ്മെൽ നോട്ടഡ്. അതിൻ്റെ ഒബ്സർവേഷൻ വിനെഗർ ലൈക്ക് സ്മെൽ. അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് ഡൈലൂട്ട് H2SO4 ഉപയോഗിച്ചിട്ടാണ് അസറ്റേറ്റ് നോക്കേണ്ടത്. അതിൻ്റെ ഒബ്സർവേഷൻ വിനെഗർ സ്മെല്ലാണ്. അപ്പോൾ ആദ്യത്തേതിന് എഫർവെസൻസ് ആണ്, രണ്ടാമത്തെ സ്മെല്ലാണ്. ഇനി ഇതും അല്ലെങ്കിൽ കാർബണേറ്റോ അസറ്റേറ്റോ അല്ലെങ്കിൽ നമുക്ക് ക്ലോറൈഡ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. അതിങ്ങനെ സോൾട്ട് മിക്സ്ഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4 ആൻഡ് ഹീറ്റഡ് എ ഗ്ലാസ് റോഡ് ഡിപ്ഡ് ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ഷോൺ ഓൺ ദി മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. അതായത് ഒരു സോൾട്ടിൻ്റെ കൂടെ കോൺസെൻട്രേറ്റ് H2SO4 മിക്സ് ചെയ്യുക, എന്നിട്ട് ഒരു ഗ്ലാസ് റോഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് മുക്കിയ ഗ്ലാസ് റോഡ് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിൽ വയ്ക്കുന്ന സമയത്ത് ഇൻറ്റൻസ് വൈറ്റ് ഫ്യൂംസ് ആണെങ്കിൽ അത് പ്രസൻസ് ഓഫ് ക്ലോറൈഡ് ആണ്. ഇനി അടുത്ത നൈട്രേറ്റിൻ്റെ ടെസ്റ്റിങ്ങിനെ സോൾട്ട് ഈസ് മിക്സ്ഡ് വിത്ത് കോൺസെൻട്രേറ്റ് H2SO4 ആൻഡ് ബോയിൽഡ് വെൽ ടു ദിസ് എ പേപ്പർ ബോൾ ഇൻട്രൊഡ്യൂസ്ഡ് എങ്കിൽ റെഡിഷ് ബ്രൗൺ ഫ്യൂംസ് വന്നാൽ അത് പ്രസൻസ് ഓഫ് നൈട്രേറ്റ് ആണ്. അതായത് സോൾട്ടിൻ്റെ കൂടെ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്തിട്ട് ബോയിൽ ചെയ്യുക. അപ്പോൾ എന്നിട്ടൊരു പേപ്പർ ബോൾ ഇടുന്ന സമയത്ത് റെഡിഷ് ബ്രൗൺ ഫ്യൂംസ് വന്നാൽ നൈട്രേറ്റ് ആണ്. അടുത്ത ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ. അപ്പോൾ ഒബ്സർവേഷൻ എഫർവെസൻസ് വിനെഗർ ലൈക്ക് സ്മെൽ ഇൻറ്റൻസ് വൈറ്റ് ഫ്യൂംസ് പോലുള്ള ഒബ്സർവേഷൻ വന്നാൽ സാൾട്ട് തന്നെ ഇട്ട് ചെയ്യാം. ഇനി പ്രസിപ്പിറ്റേറ്റ് ഒബ്സർവേഷൻ വരുന്ന സ്ഥലങ്ങളിലെല്ലാം സാൾട്ടിന് അല്പം വെള്ളം ഒഴിച്ച് സൊല്യൂഷനാക്കി ചെയ്യുക. സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് ബേരിയം ക്ലോറൈഡ് ആൻഡ് ഡൈലൂട്ട് HCl എങ്കിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ അവിടെ പ്രസൻസ് ഓഫ് സൾഫേറ്റ് ആണ്. അപ്പോൾ പിന്നെ കാർബണേറ്റിന് വേണ്ട റിയേജൻറ്റ് ഡൈലൂട്ട് HCl ആണ്. ബ്രിസ്ക് എഫർവെസൻസ് ആണ് ഒബ്സർവേഷൻ. അസറ്റേറ്റിന് വേണ്ടത് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. അതിൽ വിനെഗർ ലൈക്ക് സ്മെല്ലാണ്. അത് ക്ലോറൈഡിന് വേണ്ടത് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ്, പിന്നെ
ഗ്ലാസ് റോഡ് മുക്കിയ അമോണിയം ഹൈഡ്രോക്സൈഡ് മുക്കിയ ഗ്ലാസ് റോഡ് വേണം എങ്കിൽ അത് ഇൻറ്റൻസ് വൈറ്റ് ഫ്യൂംസ് ആണ്. ഇനി നൈട്രേറ്റിനാണെങ്കിൽ കോൺസെൻട്രേറ്റ് സൾഫർ ബോയിൽഡ് പേപ്പർ ബോൾ. അടുത്ത സൾഫേറ്റ് ആണെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ്റെ കൂടെ ബേരിയം ക്ലോറൈഡും ഡൈലൂട്ട് HCl. അപ്പോൾ ഈ റിയേജൻറ്റ് ക്രമത്തിൽ തന്നെ ഒഴിക്കണം. ബേരിയം ക്ലോറൈഡ് ആദ്യം, അതിനുശേഷം ഡൈലൂട്ട് HCl. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. കൺഫർമേറ്ററി ടെസ്റ്റുകളാണ്. കാർബണേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. കാർബണേറ്റ് ആദ്യം കിട്ടിയാൽ, സിസ്റ്റമാറ്റിക് അനാലിസിലൂടെ കാർബണേറ്റ് കിട്ടിയാൽ കാർബണേറ്റിൻ്റെ കൺഫർമേറ്ററി ചെയ്യുക. സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് ബേരിയം ക്ലോറൈഡ്. അപ്പോൾ ഒബ്സർവേഷൻ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ പ്രസൻസ് ഓഫ് കാർബണേറ്റ് കൺഫേംഡ് ആണ്. ഇനി അസറ്റേറ്റ് ആണ്. സിസ്റ്റമാറ്റിക് അനാലിസിൽ അസറ്റേറ്റ് ആണെന്നാണ് മനസ്സിലായതെങ്കിൽ പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു അനോണേ പരീക്ഷയ്ക്ക് കിട്ടുള്ളൂ. പിന്നെ അത് ഒന്നുകിൽ കാർബണേറ്റ് ആവാം, അല്ലെങ്കിൽ അസറ്റേറ്റ് ആവാം, അല്ലെങ്കിൽ ക്ലോറൈഡ്, അല്ലെങ്കിൽ നൈട്രേറ്റ്, അല്ലെങ്കിൽ സൾഫേറ്റ്. ഇതിൽ ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ. ഏത് കിട്ടിയാലും അതിൻ്റെ മാത്രം കൺഫർമേറ്ററി ചെയ്യുക. അസറ്റേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റിങ്ങിന് സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ്. ആ സമയത്ത് ഡീപ്പ് റെഡ് കളർ വന്നാൽ അസറ്റേറ്റ് കൺഫേംഡ് ആണ്. ക്ലോറൈഡിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് ഡൈലൂട്ട് HNO3 നൈട്രിക് ആസിഡ് ആൻഡ് സിൽവർ നൈട്രേറ്റ്. ഡൈലൂട്ട് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും ഒഴിക്കുന്ന സമയത്ത് വൈറ്റ് കർഡി പ്രസിപ്പിറ്റേറ്റ് വന്നാൽ ക്ലോറൈഡാണ്, കൺഫേംഡ് ആണ്. നൈട്രേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് അത് ബ്രൗൺ റിംഗ് ടെസ്റ്റാണ്. സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് ഈക്വൽ എമൗണ്ട് ഓഫ് ഫെറസ് സൾഫേറ്റ് FeSO4 ടു ദിസ് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആഡഡ് അലോങ് ദി സൈഡ്സ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. എങ്കിൽ ബ്രൗൺ റിംഗ് ഫോം ചെയ്താൽ അത് നൈട്രേറ്റ്, കൺഫേംഡ് ആണ്. സൾഫേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റിന് വേണ്ടി സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ സൾഫേറ്റ്, കൺഫേംഡ് ആണ്. ഇനി നമുക്ക് സ്റ്റെപ്പ് 3യിലേക്ക് പോകാം. അതിനകത്ത് കാറ്റയോണിൻ്റെ അനാലിസിസ് ആണ്. കാറ്റയോണിൻ്റെ ഗ്രൂപ്പ് വൈസ് അനാലിസിസ്, സിസ്റ്റമാറ്റിക് അനാലിസിസ്. സ്റ്റെപ്പ് 3 സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് സോഡിയം കാർബണേറ്റ്, ആബ്സെൻസ് ഓഫ് പ്രസിപ്പിറ്റേറ്റ്, പ്രസൻസ് ഓഫ് സീറോ ഗ്രൂപ്പ് അമോണിയം. അപ്പോൾ അവിടെ സോഡിയം കാർബണേറ്റ് ഒഴിക്കുന്ന സമയത്ത് സാൾട്ട് സൊല്യൂഷൻ്റെ കൂടെ, അപ്പോൾ കാറ്റയോൺ ചെയ്യുമ്പോൾ എല്ലാം സൊല്യൂഷനാണ്, കാരണം പ്രസിപ്പിറ്റേറ്റ് ബന്ധപ്പെട്ട ഒബ്സർവേഷനാണ് വരുന്നത്. അപ്പോൾ സാൾട്ട് സൊല്യൂഷൻ്റെ കൂടെ സോഡിയം കാർബണേറ്റാണ് ഒഴിക്കുന്നതെങ്കിൽ അവിടെ പ്രസിപ്പിറ്റേറ്റ് വന്നില്ല എങ്കിൽ അമോണിയത്തിൻ്റെ സോൾട്ടാണ്, കാരണം അമോണിയം കാർബണേറ്റ് വാട്ടർ സോല്യുബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസിപ്പിറ്റേറ്റ് വരില്ല. വന്നാൽ അമോണിയം ഉണ്ടെന്നാണ്, സീറോ ഗ്രൂപ്പ് അമോണിയം ഉണ്ട്. ഇനി അമോണിയം അല്ല ഇവിടെ കിട്ടുന്നതെങ്കിൽ, അതായത് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ അമോണിയം അല്ല എങ്കിൽ സാൾട്ട് സൊല്യൂഷൻ്റെ കൂടെ ഡൈലൂട്ട് HCl ഒഴിച്ച് നോക്കുക. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ പ്രസൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് ലെഡ്. ഇനി അടുത്ത കോപ്പറിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് കോപ്പറിൻ്റെ ടെസ്റ്റ് സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് ഡൈലൂട്ട് HCl ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ്. ആ സമയത്ത് ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ സെക്കൻഡ് ഗ്രൂപ്പ് കോപ്പർ. അപ്പോൾ സീറോ ഗ്രൂപ്പിന് വേണ്ടി സോഡിയം കാർബണേറ്റാണ് ഒഴിക്കേണ്ടത്. ഫസ്റ്റ് ഗ്രൂപ്പിനാണെങ്കിൽ ഡൈലൂട്ട് HCl, സെക്കൻഡ് ഗ്രൂപ്പ് കോപ്പറിനാണെങ്കിൽ ഡൈലൂട്ട് HClൻ്റെ കൂടെ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ആണ് പാസ് ചെയ്യേണ്ടത്. ഇനി തേർഡ് ഗ്രൂപ്പ് അലുമിനിയത്തിൻ്റെ ടെസ്റ്റ് സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് ലിറ്റിൽ അമോണിയം ക്ലോറൈഡ് ആൻഡ് എക്സസ് അമോണിയം ഹൈഡ്രോക്സൈഡ് വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ്, പ്രസൻസ് ഓഫ് തേർഡ് ഗ്രൂപ്പ് അലുമിനിയം. അപ്പോൾ അതായത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നതും വൈറ്റ് കർഡി പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നതും വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ പറയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ഉപയോഗിക്കാം. അലുമിനിയത്തിൻ്റെ ടെസ്റ്റിലാണെങ്കിൽ കിട്ടുന്നത് വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ആണ്. അവിടെ ഉപയോഗിക്കേണ്ടത് NH4Cl-ഉം NH4OH-ഉം. പഴയ ബഫർ സൊല്യൂഷൻ, ബേസിക് ബഫർ സൊല്യൂഷനായിട്ട് അത് പഠിച്ചിട്ടുണ്ട്. ഇനി ഫോർത്ത് ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് സോൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് പാസ്റ്റ്. ആ സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ പ്രസൻസ് ഓഫ് ഫോർത്ത് ഗ്രൂപ്പ് സിങ്ക്, പിങ്ക് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ പ്രസൻസ് ഓഫ് ഫോർത്ത് ഗ്രൂപ്പ് മാംഗനീസ്. അപ്പോൾ ഫോർത്ത് ഗ്രൂപ്പിൽ സിങ്കിനും മാംഗനീസിലും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസുമാണ്. ഇനി ഫിഫ്ത്ത് ഗ്രൂപ്പിലേക്ക് വന്നാൽ സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം കാർബണേറ്റ്. നമ്മൾ സീറോ ഗ്രൂപ്പിന് വേണ്ടി സോഡിയം കാർബണേറ്റ് ആണ് ഉപയോഗിച്ചതെങ്കിൽ ഫിഫ്ത്ത് ഗ്രൂപ്പിൽ അമോണിയം കാർബണേറ്റ് ആണ് വേണ്ടത്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ പ്രസൻസ് ഓഫ് ഫിഫ്ത്ത് ഗ്രൂപ്പ് ബേരിയം അല്ലെങ്കിൽ കാൽസ്യം. ഇനി സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഡൈ സോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അത് പ്രസൻസ് ഓഫ് സിക്സ്ത് ഗ്രൂപ്പ് മഗ്നീഷ്യം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്നല്ല, പകരം വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് എന്നാണ്. അപ്പോൾ വൈറ്റ് കർഡി പ്രസിപ്പിറ്റേറ്റ് ഉണ്ട്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ട്, വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ട്, ഇപ്പോൾ ഇതാ വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റും ഉണ്ട്. അപ്പോൾ സീറോ ഗ്രൂപ്പിന് വേണ്ടി സോഡിയം കാർബണേറ്റ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് ലെഡിന് വേണ്ടി ഡൈലൂട്ട് HCl, സെക്കൻഡ് ഗ്രൂപ്പ് കോപ്പറിന് ഡൈലൂട്ട് HClൻ്റെ കൂടെ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് പാസ് ചെയ്യണം. തേർഡ് ഗ്രൂപ്പ് അലുമിനിയത്തിന് വേണ്ടി അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും. ഫോർത്ത് ഗ്രൂപ്പ് സിങ്കും മാംഗനീസും അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസും. ഫിഫ്ത്ത് ഗ്രൂപ്പ് ബേരിയം കാൽസ്യം അമോണിയം ക്ലോറൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം കാർബണേറ്റ്. സിക്സ്ത് ഗ്രൂപ്പ് മഗ്നീഷ്യം അമോണിയം ക്ലോറൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. ഇനി നാലാമത്തെ സ്റ്റെപ്പിലേക്ക് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ കാറ്റയോൺ. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാറ്റയോണിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റിൽ പ്രധാനമായിട്ടും ഒരു ആഷ് ടെസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലെയിം ടെസ്റ്റും ഉണ്ട്. അപ്പോൾ അതിൽ ആഷ് ടെസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്ന കാറ്റയോൺസ് തേർഡ് ഗ്രൂപ്പ് അലുമിനിയം ഉണ്ട്, അതുപോലെ തന്നെ ഫോർത്ത് ഗ്രൂപ്പ് സിങ്ക് ഉണ്ട്, അതുപോലെ സിക്സ്ത് ഗ്രൂപ്പ് മഗ്നീഷ്യം. ഇത് മൂന്നും ആഷ് ടെസ്റ്റ് കൺഫർമേറ്ററി ടെസ്റ്റ് വരുന്ന ഒരാളാണ്. തേർഡ് ഗ്രൂപ്പ് അലുമിനിയം, ഫോർത്ത് ഗ്രൂപ്പ് സിങ്ക്, ഫിഫ്ത്ത് ഗ്രൂപ്പ് മഗ്നീഷ്യം. ഇനി ഫ്ലെയിം ടെസ്റ്റ് കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് വരുന്ന ആൾ ബേരിയം,
ഫിഫ്ത്ത് ഗ്രൂപ്പിൽ വരുന്ന ബേരിയത്തിൻ്റെ കാൽസ്യത്തിൻ്റെ കൺഫർമേറ്റ് ടെസ്റ്റ് ഫ്ലെയിം ടെസ്റ്റാണ്. അപ്പോൾ അതിൽ ആദ്യം സ്റ്റെപ്പ് 4 ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് കൺഫർമേറ്റ് ടെസ്റ്റ് ഫോർ കാറ്റയോൺ. അതിലൊന്ന് അമോണിയം, അതിലൊന്നാമത്തെ ടെസ്റ്റ്. അപ്പോൾ 2 ടെസ്റ്റ് ഉണ്ട്. അതിലൊന്ന് ഐഡൻറ്റിഫൈഡ് എന്നും മറ്റൊന്ന് കൺഫേംഡ് എന്നും പറയുക. അതിൽ ആദ്യത്തെ ടെസ്റ്റ് സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ബോയിൽഡ് വെൽ, കളർലെസ് ഗ്യാസ് വിത്ത് സ്മെൽ ഓഫ് അമോണിയ എങ്കിൽ അമോണിയം ഐഡൻറ്റിഫൈഡ്. അത് രണ്ടാമത്തെ ടെസ്റ്റ് സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് നെസ്ലേഴ്സ് റിയേജൻറ്റ്, ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അമോണിയം കൺഫേംഡ്. അടുത്ത രണ്ടാമത്തെ ആൾ ലെഡ് Pb2+. അതിൽ ആദ്യത്തെ ടെസ്റ്റ് സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് അസറ്റിക് ആസിഡ് ആൻഡ് പൊട്ടാസ്യം ക്രോമേറ്റ് ആണ്, ഡൈക്രോമേറ്റ് അല്ല, പൊട്ടാസ്യം ക്രോമേറ്റ് ആണ്. ഒഴിക്കുന്ന സമയത്ത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് വന്നാൽ Pb2+ ഐഡൻറ്റിഫൈഡ്. ദെൻ സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ, യെല്ലോ പ്രസിപ്പിറ്റേറ്റ് സോലുബിൾ ഇൻ ഹോട്ട് വാട്ടർ, റീഅപ്പിയേഴ്സ് ആസ് ഗോൾഡൻ സ്പാങ്കിൾസ് ഓൺ കൂളിംഗ്. അതായത് ആദ്യം യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും, പിന്നെ അതിനൊന്ന് ചൂടാക്കിയതിന് ശേഷം തണുക്കാൻ വയ്ക്കുക. ആ സമയത്ത് അതിനകത്ത് ഗോൾഡൻ തിളക്കങ്ങൾ, ഗോൾഡൻ സ്പാങ്കിൾസ് അവിടെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം. അടുത്ത അലുമിനിയത്തിൻ്റെ കൺഫേം ടെസ്റ്റ് ഒന്ന് സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് അലുമിനിയം Al3+ ഐഡൻറ്റിഫൈഡ്. രണ്ടാമത്തെ ആഷ് ടെസ്റ്റാണ്. ആഷ് ടെസ്റ്റ് ചെയ്യേണ്ട വിധം ഇതിൻ്റെ ഒരു വീഡിയോ ക്ലാസ്സുകളും അതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആഷ് ടെസ്റ്റ് സോൾട്ട് മിക്സ്ഡ് വിത്ത് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ആൻഡ് കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷൻ, ബോയിൽഡ് വെൽ, എ ഫിൽറ്റർ പേപ്പർ സോക്ഡ് ആൻഡ് ബേൺ ടു ആഷസ്. അതായത് സോൾട്ടിൻ്റെ കൂടെ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക, കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷനും ആഡ് ചെയ്തിട്ട് ബോയിൽ ചെയ്യണം. അതിനുശേഷം ഒരു ഫിൽറ്റർ പേപ്പർ നനച്ച് ഇതിനെ ഇതിലത് മുക്കി കുതിർത്തതിന് ശേഷം അതിനെ ആഷായിട്ട് മാറ്റുക. ആ സമയത്ത് ബ്ലൂ ആഷാണ് കിട്ടുന്നതെങ്കിൽ അലുമിനിയം കൺഫേംഡ് ആണ്. അടുത്ത സിങ്കിൻ്റെ കൺഫേംഡ് ടെസ്റ്റ് ഒന്ന് സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് NaOH വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, സിങ്ക് ഐഡൻറ്റിഫൈഡ്. ദെൻ ആഷ് ടെസ്റ്റ്, അവിടെയും ആഷ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ എഴുതണം. ഗ്രീൻ ആഷ് ആണെങ്കിൽ സിങ്ക് കൺഫേംഡ് ആണ്. അടുത്ത ഫിഫ്ത്ത് ഗ്രൂപ്പ് ബേരിയം, സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് അസറ്റിക് ആസിഡ് ആൻഡ് പൊട്ടാസ്യം ക്രോമേറ്റ്. നേരത്തെ ലെഡിലും പറഞ്ഞ റിയേജൻ്റ് ആണ്. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ Ba2+ ഐഡൻറ്റിഫൈഡ് ആണ്. അതുപോലെ തന്നെ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യേണ്ടത് സോൾട്ട് മെയ്ഡ് ഇൻ ടു എ പേസ്റ്റ് വിത്ത് കോൺസെൻട്രേറ്റഡ് HCl. ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് HCl വരുന്നത് ഫ്ലെയിം ടെസ്റ്റിന് മാത്രമാണ്. നേരത്തെ നമ്മൾ ഡൈലൂട്ട് HCl പറഞ്ഞിരുന്നു. ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ നോൺ ലൂമിനസ് ഫ്ലെയിം. സോൾട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം, കോൺസെൻട്രേറ്റ് HCl ഒരു ഗ്ലാസ് റോഡ് എടുത്ത് വെച്ചിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. എന്നിട്ട് അതിനെ നോൺ ലൂമിനസ് ഫ്ലെയിം എന്ന് വെച്ചാൽ നീല ജ്വാലയിൽ കാണിക്കണം. ആ സമയത്ത് ആപ്പിൾ ഗ്രീൻ ഫ്ലെയിം ആണെങ്കിൽ ബേരിയം കൺഫേംഡ് ആണ്. ദെൻ കാൽസ്യം സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ഓക്സലേറ്റ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ കാൽസ്യം ഐഡൻറ്റിഫൈഡ് ആണ്. ദെൻ അവിടെയും ഫ്ലെയിം ടെസ്റ്റ് ഉണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ആ സമയത്ത് ബ്രിക്ക് റെഡ് ഫ്ലെയിം വന്നാൽ കാൽസ്യം കൺഫേംഡ് ആണ്. ദെൻ മഗ്നീഷ്യം സാൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് മാഗ്നസൺ റിയേജൻറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് വന്നാൽ മഗ്നീഷ്യം ഐഡൻറ്റിഫൈഡ് ആണ്. ദെൻ ആഷ് ടെസ്റ്റ് ഉണ്ട്, അവിടെ ആഷ് ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ആ സമയത്ത് പിങ്ക് ആഷ് ആണെങ്കിൽ മഗ്നീഷ്യം കൺഫേംഡ് ആണ്. അപ്പോൾ പിന്നെ കാറ്റയോണിൻ്റെ കൺഫേം ടെസ്റ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റുന്ന ആഷ് ടെസ്റ്റുകളുണ്ട്. ആഷ് ടെസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്ന തേർഡ് ഗ്രൂപ്പ് അലുമിനിയം, അതുപോലെ ഫോർത്ത് ഗ്രൂപ്പ് സിങ്ക്, സിക്സ്ത് ഗ്രൂപ്പ് മഗ്നീഷ്യം. അതിൽ അലുമിനിയത്തിൻ്റെ ആഷിൻ്റെ കളർ ബ്ലൂ ആഷാണ്, അതേസമയം സിങ്കിൻ്റെ ആഷിൻ്റെ കളർ ഗ്രീൻ ആഷാണ്, അതേസമയം മഗ്നീഷ്യത്തിൻ്റെ ആഷിൻ്റെ കളർ പിങ്ക് ആഷാണ്. ദെൻ അതുപോലെ ഫ്ലെയിം ടെസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്ന ബേരിയവും കാൽസ്യവും ഉണ്ട്. ബേരിയത്തിൻ്റെ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കോൺസെൻട്രേറ്റഡ് കോൺസെൻട്രേറ്റഡ് തന്നെ പറയണം. കോൺസെൻട്രേറ്റ് HClൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നോൺ ലൂമിനസ് ഫ്ലെയിമിൽ കാണിക്കുന്ന സമയത്ത് അവിടെ ആപ്പിൾ ഗ്രീൻ ഫ്ലെയിം ആണെങ്കിൽ അത് ബേരിയമാണ്. അതേസമയം ബ്രിക്ക് റെഡ് എന്ന് വെച്ചാൽ ചുടുകട്ടയുടെ ചുവപ്പാണെങ്കിൽ അത് കാൽസ്യമാണ്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന റിയേജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് NaOH കോമൺ ആയിട്ട് പലയിടത്തും വരുന്നുണ്ട്. കോമൺ ആയിട്ട് NaOH അമോണിയത്തിൽ വരുന്നുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് ബോയിൽ ചെയ്യുന്ന സമയത്ത് കളർലെസ് ഗ്യാസ് വിത്ത് സ്മെൽ ഓഫ് അമോണിയ വന്നാൽ അമോണിയമാണ്. അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെ കൺഫേം ടെസ്റ്റിലും NaOH വരുന്നുണ്ട്. ഒബ്സർവേഷൻ വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ആണ്. അതേസമയം സിങ്കിൻ്റെ കൺഫേം ടെസ്റ്റിലും NaOH വരുന്നുണ്ട്. അപ്പോൾ NaOH വരുന്ന 3 സ്ഥലങ്ങളുണ്ട്. അമോണിയത്തിലും വരുന്നുണ്ട്, അത് കളർലെസ് ഗ്യാസ് വിത്ത് സ്മെൽ ഓഫ് അമോണിയാണ്. അതേസമയം അലുമിനിയത്തിലാണെങ്കിൽ വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ്, സിങ്കിലാണെങ്കിൽ അത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. പിന്നെ കോമൺ ആയിട്ട് വരുന്നത് പൊട്ടാസ്യം ക്രോമേറ്റ് അസറ്റിക് ആസിഡ്, അത് രണ്ടും വരുന്നത് ലെഡിനും വരുന്നുണ്ട്, ബേരിയത്തിനും വരുന്നുണ്ട്. പൊട്ടാസ്യം ക്രോമേറ്റ് അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് രണ്ടിലും ഒബ്സർവേഷനായിട്ട് വരുന്നത്. പിന്നെ കോമൺ ആയിട്ടല്ല പിന്നെ വരുന്ന റിയേജൻസ് എന്ന് പറയുമ്പോൾ നെസ്ലേഴ്സ് റിയേജൻറ്റ് അമോണിയത്തിനും, മാഗ്നസൺ റിയേജൻറ്റ് മഗ്നീഷ്യത്തിനുമാണ്. പിന്നെ കാൽസ്യത്തിൻ്റെ ഒരു കൺഫേം ടെസ്റ്റ് ബാക്കിയുള്ളത് സാൾട്ട് സൊല്യൂഷൻ്റെ കൂടെ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ഓക്സലേറ്റും. ഇനി അഞ്ചാമത്തെ സ്റ്റേജിലേക്ക് വന്നാൽ റിപ്പോർട്ടാണ്. റിപ്പോർട്ട് ഇങ്ങനെ എഴുതാം: ദി ഗിവൺ സോൾട്ട് കണ്ടെയ്ൻസ് ആനിയോണിൻ്റെ പേര് അവിടെ എഴുതണം, ഡാഷ് ആനിയോൺ ആൻഡ് ഡാഷ് കാറ്റയോൺ. അതുകൊണ്ട് തന്നെ ദി നെയിം ഓഫ് സോൾട്ട് ഈസ് ഇന്നത്. ഉദാഹരണത്തിന് ഗിവൺ സോൾട്ട് കണ്ടെയ്ൻസ് കാർബണേറ്റ് ആനിയോൺ ആൻഡ് അമോണിയം കാറ്റയോൺ, സോ നെയിം ഓഫ് സോൾട്ട് ഈസ് അമോണിയം കാർബണേറ്റ്. അല്ലെങ്കിൽ ഗിവൺ സോൾട്ട് കണ്ടെയ്ൻസ് സൾഫേറ്റ് ആനിയോൺ ആൻഡ് ലെഡ് കാറ്റയോൺ, സോ നെയിം ഓഫ് സോൾട്ട് ഈസ് ലെഡ് സൾഫേറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ പ്രാക്ടിക്കൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലവണ്ണം പഠിക്കാൻ ശ്രമിക്കാം.